ഹലോ ഗൈസ്, എച്ച് ബി റിയാക്സ് ആണ്. മാർക്കോടെ റിവ്യൂ പറയാനായിട്ട് വന്നതാണ്. മാർക്ക് ഇപ്പം കണ്ടത് വന്ന വഴിയാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി പടം കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടുത്തു പറയാനായിട്ട് വലിയ സ്റ്റോറി ഒന്നുമില്ല, സ്ഥിരം റിവെഞ്ച് സ്റ്റോറിയാണ്. പക്ഷെ ഇതിൽ ബ്രൂട്ടലായിട്ടുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ട്, വയലൻസ് ഒക്കെ, അതൊക്കെ അടിപൊളിയാണ്. അത് പറഞ്ഞപ്പോഴാണ് മറ്റേ എല്ലാവരും കില്ലിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നത്. കില്ല് നല്ലോടൊക്കെയാണ്, പക്ഷേ മാർക്കോടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കില്ലൊന്നും ഒന്നുമല്ല. അത്രയും ബ്രൂട്ടൽ വയലൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള പോസിറ്റീവ്സ് എന്ന് പറയുന്നത് മേക്കിംഗ് ആണ്. മേക്കിംഗ്, പിന്നെ മ്യൂസിക്, ക്യാമറ, എല്ലാ ടെക്നിക്കൽ സൈഡും അടിപൊളിയാണ്. പിന്നെ നെഗറ്റീവ് പറയാനാണെങ്കിൽ ആകെ പോയിട്ട് ഈ സ്റ്റോറി കുറച്ച് ക്ലീശ സ്റ്റോറിയാണ്, ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. പിന്നെ ഡയലോഗിൽ അവിടെ ഇവിടെ ചെറിയ പാളിച്ചകളുണ്ട്. പക്ഷെ എന്നിരുത്തി അതൊന്നും ആസ്വാദനത്തിന് ഒരു ഇതിലും ബാധിക്കുന്നില്ല. ബീജമായാലും എല്ലാം അടിപൊളി സാധനമാണ്. നല്ല ഇരുന്നങ്ങ് കാണാൻ പറ്റും. പിന്നെ സീൻസൊക്കെ പിന്നെ ബ്രൂട്ടലൊക്കെ ആയിട്ട് ഭയങ്കര ആയിട്ടാണ് എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊന്നും കാണാൻ പറ്റൂല. കാരണം 18 വയസ്സിനുള്ള താഴെയുള്ള പിള്ളേർക്ക് കയറി കാണാൻ പറ്റൂല. പിന്നെ ഫാമിലി ഓഡിയൻസിനൊന്നും പിടിക്കൂല മെയിനായിട്ട്. പക്ഷെ യൂത്തിന് നല്ലോണം കണക്ട് ആവട്ടോ. യൂത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ പറയണ്ട, പടം അവർക്കൊക്കെ നല്ല രീതിയിൽ കൊളുത്തും. പിന്നെ കളക്ഷൻ്റെ ആയാലും ഫസ്റ്റിൽ തന്നെ തകർക്കുന്നാണ്. ഉണ്ണിമുന്തൻ്റെ ആ ഒരു കരിയർ ബെസ്റ്റ്, ഉണ്ണിമുന്തൻ്റെ കരിയർ ബെസ്റ്റ് ആണ്. എന്തുകൊണ്ട് 4 to 5 കോടിക്ക് അടുത്ത് ഫസ്റ്റിലെ കളക്ഷൻ കിട്ടുമെന്നാണ് പറയണ കേൾക്കുന്നത്. നല്ല ഹെവി ബുക്കിങ്ങും ആണ് അല്ലേ. പിന്നെ ബാക്കിയുള്ള പടം ഇപ്പൊ പോസിറ്റീവ് ആണ്. റൈഫിൾ ക്ലബ്, പിന്നെ വേറെ പിന്നെ വിടുതലൈ പാർട്ട് 2, പിന്നെ ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ടല്ലോ, ഒരു മുഫാസ. എല്ലാത്തിനും അത്യാവശ്യം പോസിറ്റീവാണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് വിന്നർ ചിലപ്പോൾ മിക്കവാറും മാർക്ക് ആവാൻ ചാൻസ്. ഇനിയിപ്പോൾ മോഹൻലാലിന്റെ ബറോസ് വരാണ്ട് 25-ാം തീയതി. അതും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം തീരുമാനം വിന്നർ ആരാന്നുള്ള. ക്രിസ്മസ് വിന്നർ മിക്കവാറും മാർക്ക് തന്നെ അടിക്കാനാണ് ചാൻസ്. കാരണം യൂത്തിന് കൂടുതൽ കണക്ട് ചെയ്യാൻ പടം. പിന്നെ അതുകൊണ്ട് റൈഫിൾ ക്ലബ്ബ് തൊട്ട് പുറകെ ഉണ്ടാവും. അതും യൂത്തിനും എല്ലാവർക്കും കയറാൻ പറ്റും. ഇതും അതും അടിയിടി വെടി എന്നുള്ള രീതിയിലുള്ള പടമെന്നാണ് കേട്ടത്. അപ്പൊ അതും ഒന്ന് കണ്ടു നോക്കണം നമുക്ക്. യൂത്ത് അല്ലാണ്ട് നോക്കിയാണെങ്കിൽ ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ആയാലും പിള്ളേരായാലും ബാക്കിയുള്ളടത്താണേ ഉള്ളൂ കയറാൻ തോന്നും. പക്ഷെ അല്ല, റൈഫിൾ ക്ലബിനൊന്നും കയറാല്ല. അത് വലിയ ഇത്തരം ബ്രൂട്ടൽ സീനല്ലെങ്കിൽ പിന്നെ എന്തായാലും മാർക്കോ പൊളിച്ചിട്ടാ. മിക്കവാറും ക്രിസ്മസ് തൂക്കിയത് മാർക്കോ തന്നെ ആയിരിക്കും അല്ലേ. വീഡിയോ അതിൻ്റെ പേര്. ഓക്കെ ഗൈസ്.